ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡം 56-ാം സർഗം. ഹനുമത് പ്രതിപ്രയാണം. ഹനുമാന്റെ ലങ്കയിൽ നിന്നുള്ള മടക്കയാത്രയാണ് വർണ്ണിക്കുന്നത് ഈ സർഗത്തിൽ. ലങ്കാപുരി ഭസ്മമാക്കി അവിടെ നിന്ന് പുറപ്പെട്ട ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു: ലങ്ക മുഴുവൻ കത്തി നശിച്ചപ്പോൾ സീതയ്ക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ താനും ഇവിടെ തന്നെ പ്രാണൻ വെടിയുന്നതാണ് നല്ലത്. ഇല്ല, അങ്ങനെയുണ്ടാവില്ല. എൻ്റെ വാൾ ദഹിപ്പിക്കാത്ത അഗ്നി സീതയെ ദഹിപ്പിക്കുമോ? അതുണ്ടാവില്ല. തപസ്സും ആധിപത്യവുമുള്ള സീത അഗ്നിയെ ദഹിപ്പിച്ചേക്കാം, പക്ഷേ അഗ്നി സീതയെ ഒരിക്കലും ദഹിപ്പിക്കില്ല എന്ന് ഹനുമാൻ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ അത് സത്യം തന്നെ എന്ന് പറയുന്ന മാതിരി ആ സീതാദേവിയുടെ ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ച ഹനുമാൻ മഹാത്മാക്കളായ ചാരണന്മാരുടെ വാക്കുകൾ അവിടെ കേട്ടു. ചാരണന്മാർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടു. ഓഹോ, രാക്ഷസഗ്രഹങ്ങളിൽ കൊടുംതീ കൊളുത്തിയ ഹനുമാൻ ദുഷ്കരമായ കർമ്മമാണ് ചെയ്തത്. അഗ്നി ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ചല്ലോ, കത്തി നശിച്ചല്ലോ. ആ ഹനുമാന്റെ പ്രവൃത്തി വലിയ ദുഷ്കരമായ കർമ്മമാണ് ആ ഹനുമാൻ ചെയ്തത്. ലങ്ക മുഴുവൻ ഭസ്മമായി തീർന്നു, പക്ഷെ സീതയ്ക്ക് ഒരു അബദ്ധമുണ്ടായില്ല എന്നുള്ളത് അത്ഭുതമായി തോന്നുന്നു എന്ന ചാരണന്മാരുടെ വാക്കുകൾ ഹനുമാൻ കേട്ടു. അത് കേട്ടപ്പോൾ ഹനുമാൻ വളരെ സന്തോഷമായി. അവൻ്റെ മനസ്സിലപ്പോൾ ആഹ്ലാദം ഉണ്ടാവുകയും ചെയ്തു ഹനുമാന്. എന്നാൽ സീതയൊന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ച് സീതാദേവിയുടെ അടുത്തേക്ക് യാത്ര പറയാൻ പോയി. തതസ്തു ശിംശപാമൂലേ ജാനകിം പര്യവസ്ഥിതം അഭിവാദ്യ ബ്രവീൽദിഷ്ട്യാ പശ്യാമി ത്വാമിഹാക്ഷതം. ഹനുമാൻ ശിംശപാമൂലത്തിലിരിക്കുന്ന സീതാദേവിയെ അഭിവാദനം ചെയ്തിങ്ങനെ പറഞ്ഞു: ഭാഗ്യം കൊണ്ടാണ് ദേവിക്ക് അപായമൊന്നും സംഭവിക്കാതിരുന്നത്. അവിടത്തേക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ട് ഞാൻ ആശ്വസിക്കുന്നു. ഭാഗ്യമായി എന്ന് പറയാണ് ഹനുമാനെ. തതസ്ഥം പ്രസ്ഥിതാ സീതാ വീക്ഷമാണാ പുനഃ പുനഃ ഭർതൃസ്നേഹാന്വിതം വാക്യം ഹനുമന്തമഭാഷത. പോകാൻ പുറപ്പെട്ട ഹനുമാനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് സീതാദേവി ഹനുമാനോട് പറയാണ്: ഈ കാര്യം നിറവേറ്റാൻ നീ ഒറ്റയ്ക്ക് തന്നെ മതിയാകും. ഭർത്തൃസ്നേഹത്തോടുകൂടി ആ സീതാദേവി ഹനുമാനോട് പറഞ്ഞു: ഇക്കാര്യം നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ കീർത്തി നിനക്കായിരിക്കും. അപ്പോ ശത്രുനാശനനായ ശ്രീരാമൻ ലങ്കയെ വന്ന് ബാണങ്ങളാൽ മൂടി നശിപ്പിച്ച് എന്നെ കൊണ്ടുപോയാലേ അദ്ദേഹത്തിന് ആ കീർത്തിക്ക് ഉചിതമായി, ശ്രീരാമന്റെ കീർത്തിക്ക് ഉചിതമായ വിധത്തിൽ നീ പ്രവർത്തിക്കണം. അതിനാൽ മഹാത്മാവായ രണശൂരന് തക്ക വിക്രമം ഉണ്ടാകും വണ്ണം വേണ്ടത് നീ ചെയ്യുക എന്ന് സീതാദേവി ഹനുമാനോട് ആവശ്യപ്പെട്ടു. നിനക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിലും ആ
അത് ശ്രീരാമന്റെ കീർത്തിക്ക് കുറവായിത്തീരും. അദ്ദേഹത്തിന് കീർത്തി വർദ്ധിക്കുന്ന വിധം നീ വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞു. പൊരുളും സ്നേഹവും പൂണ്ട യുക്തിസംയുക്തമായ വാക്കുകൾ കേട്ട് വീരനായ ഹനുമാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. ശത്രുവർഗത്തെ യുദ്ധത്തിൽ വധിച്ച് അവിടുത്തെ അടലകറ്റാനായി ചുറ്റും വാനര വൃക്ഷപ്രവരന്മാരോടൊത്ത് കാകുത്സ്ഥൻ വേഗം വന്നെത്തും. വാനരന്മാരോടൊത്ത് ശ്രീരാമൻ ഉടനെ തന്നെ ഇവിടെ എത്തും, ദേവിയുടെ ദുഃഖമെല്ലാം തീർക്കുമെന്ന് ഹനുമാൻ ആ സീതാദേവിയെ ആശ്വസിപ്പിച്ച് വീണ്ടും വണങ്ങിക്കൊണ്ട് യാത്ര പറയുകയാണ്. ഏവമാശ്വാസ്യ വൈദേഹ്യം ഹനുമാൻ മാരുതാത്മജ ഗമനായ മതിം കൃത്വ വൈദേഹീമഭ്യവാദയൽ. സീതയെ വണങ്ങി യാത്ര ചൊല്ലി. അതിനുശേഷം ആ ഹനുമാൻ സ്വാമി സന്ദർശനോത്സുകനായി അരിഷ്ടമെന്ന ആ പർവ്വതത്തിൽ കയറി ശ്രീരാമന്റെ അടുത്തേക്ക് യാത്ര ചെയ്ത് പുറപ്പെടുകയാണ്. അരിഷ്ടം എന്ന പർവ്വതത്തിന്റെ മുകളിൽ ചാടി കയറിയതിനു ശേഷം അവിടെ നിന്നാണ് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് കുതിക്കുന്നത്. 100 യോജന സമുദ്രം തരണം ചെയ്ത് ഇക്കരെ എത്തണമല്ലോ. അതിനു വേണ്ടിയുള്ള ആ അരിഷ്ടം എന്ന പർവ്വതത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ കേൾക്കാം. അത് ഉയർന്നതും പതുമുഖം ചേർന്ന കരിങ്കാടുകളുള്ളതും ശൃംഗാന്തങ്ങളിൽ തൂങ്ങുന്ന മേഘങ്ങളാൽ ഉത്തരീയങ്ങൾ ഉടുത്തവയും ശുഭങ്ങളായ സൂര്യരശ്മികളാൽ പ്രീതിയോടെ തൊട്ടുണർത്തപ്പെടുന്ന മട്ടിലുള്ളതും ധാതുക്കൾ പൊന്തുകയാൽ കൺമിഴിച്ച വിധത്തിലുള്ളതും നീരൊഴുക്കിന്റെ മന്ത്രശബ്ദങ്ങളാൽ എങ്ങും ഓത്തോതുന്നതുപോലെയുള്ളതും നാനാതരം നീരുറവകളുടെ നാദം കൊണ്ട് പാട്ടുപാടുന്ന മട്ടിലുള്ളതും ആണ് ആ പർവ്വതം. ഉയർന്ന ദേവദാര മരങ്ങളാൽ കയ്യുയർത്തിയ പോലെയുള്ളതും ഉയരത്തിൽ നിന്ന് പതിക്കുന്ന നീർച്ചാട്ടത്തിന്റെ നാദത്താൽ മുറവിളി കൊള്ളുന്ന മട്ടിലുള്ളതും ഇളകുന്ന ശരൽക്കാലത്തിലെ ശ്യാമള വനങ്ങളാൽ വിറകൊള്ളുന്നത് പോലെയുള്ളതും കാറ്റിൽ ഉലയുന്ന കീചകങ്ങളാൽ കുഴലൂതുന്നത് പോലെയുള്ളതും ഘോരസർപ്പങ്ങളാൽ കോപത്തോടെ ചീറ്റുന്നത് പോലെയുള്ളതും മഞ്ഞു നിറഞ്ഞ ഗംഭീരങ്ങളായ ഗഹ്വരങ്ങളാൽ ധ്യാനിക്കുന്ന വിധത്തിലുള്ളതും മേഘങ്ങൾക്കൊത്ത പാദങ്ങളാൽ എങ്ങും പോകാൻ ഒരുങ്ങുന്നത് പോലെയുള്ളതും മേഘച്ചാർത്തണിഞ്ഞ ശിഖരങ്ങളാൽ മേയ് നിവർത്തുന്ന മട്ടിലുള്ളതും അനേകം ശൃംഗങ്ങളാൽ ആവൃതവും അനേകം കന്ദരങ്ങളാൽ ശോഭിതവും പൈൻ പന പെരുംകൊന്ന അനേകം മുളകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടതും വിസ്തൃതങ്ങളായ പൂത്ത വള്ളിപ്പടർപ്പുകളാൽ അലങ്കൃതവും നാനാ മൃഗങ്ങൾ നിറഞ്ഞതും ഒഴുകുന്ന ധാതുക്കളാൽ ശോഭിതവും അനേകം നീരൊലിവുകൾ ഉള്ളതും ശിലാസഞ്ചയങ്ങളാൽ സങ്കുലവും ആണ് ആ പർവ്വതം. മഹർഷിമാരും യക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ഉരകങ്ങളും വാഴുന്നതാണ് ആ പർവ്വതം. വൃക്ഷങ്ങളും വള്ളികളും തിങ്ങിയതും സിംഹങ്ങൾ വസിക്കുന്ന ഗുഹങ്ങളുള്ളതും വ്യാഘ്രാദികൾ നിറഞ്ഞതും സ്വാദുള്ള കിഴങ്ങുകളും കായ്കളുമുള്ള മരങ്ങളുമുള്ളതുമായ ആ പർവ്വതത്തിൽ വാനരശ്രേഷ്ഠനായ ഹനുമാൻ ശ്രീരാമനെ കാണാനുള്ള വെമ്പലോടെ ഉത്സാഹത്തോടെ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ഹനുമാൻ. അരിഷ്ടം എന്ന പർവ്വതത്തിന്റെ വിശേഷമാണ് കേട്ടത്. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഹനുമാൻ കയറി. രമ്യങ്ങളായ സാനുക്കളിൽ അവൻ പാദങ്ങൾ ഊന്നിയപ്പോൾ പാറകൾ ശബ്ദത്തോടെ പൊടിഞ്ഞു ചിതറിപ്പോയി. ആ പർവ്വതത്തിന്റെ മുകളിൽ ഹനുമാൻ കയറിയപ്പോൾ ആ പാദം വെച്ചപ്പോൾ അതിന്റെ ശക്തി കൊണ്ട് ആ പർവ്വതത്തിലെ പാറകള് പൊടിഞ്ഞു പോയത്രേ. സതമാരുഹ്യ ശൈലേന്ദ്രം വ്യവർദ്ധത മഹാകവേ ദക്ഷിണാദുത്തരം വാരം പ്രാർത്ഥയൻ ലവണാംഭസ. ഹനുമാൻ ആ ഉപ്പുസമുദ്രത്തിന്റെ തെക്കേ കരയിൽ നിന്ന് വടക്കേ കരയിൽ എത്താനായി ആ മാമലയിൽ കയറി വലുതായി. അരിഷ്ടമെന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി ആ സ്വരൂപം വലുതാക്കി തന്റെ പർവ്വതതുല്യനായി തീർന്നു. വീണ്ടും അതിരുഹ്യതോ വീര പർവ്വതം പവനാത്മജ ദദർശസാഗരം ഭീമം ഭീമോരക നിഷേവിതം. വീരനായ ഹനുമാൻ പർവ്വതത്തിൽ കയറിയതിനു ശേഷം ഭീമസർപ്പങ്ങൾ വസിക്കുന്ന ഭീകരമായ ആ സമുദ്രം കണ്ടു. സമാരുത ഇവാകാശം മാരുതസ്യാത്മസംഭവ
പ്രഭേദേ ഹരിശാർദൂലോ ദക്ഷിണാദുത്തരാം ദിശം സ തഥാ പീഡിതസ്തേന കപിനാ പർവതോത്തമ രരാസവിവിധൈർഭൂതൈ പ്രാവിശത് വസുധാതലം കമ്പമാനൈശ്ചിഖരൈ പതൽഭേരവിജദ്രുമൈ തസ്യോരുവേഗോന്മഥിത പാദപാ പുഷ്പശാലിന നിപേതുർഭൂതലേ രുഗ്ന ശക്രായുധ ഇഹ ഹത ഇവ നിപേതുർഭൂതലേ രുഗ്ന ശക്രായുധ ഹത ഇവ സുന്ദരാന്തരസംസ്ഥാനാം പീഡിതാനാം മഹൗജസാം സിംഹാനാം നിനതോ ഭീമോ നഭേ ഭിന്ദൻ ഹി ശുശ്രുവേ. വായുപുത്രനായ വാനരശ്രേഷ്ഠൻ വായുവിനെ പോലെ ആകാശത്തിൽ തെക്കുനിന്ന് വടക്കോട്ട് യാത്ര ചെയ്തു. അപ്പോൾ ആ വാനരനാൽ പീഡിതമായ പർവ്വതം വിവിധ മൃഗങ്ങളോടും വിറയ്ക്കുന്ന ശൃംഗങ്ങളോടും വീഴുന്ന വൃക്ഷങ്ങളോടും ഒത്ത് ശബ്ദത്തോടെ നിലംപതിച്ചു. ആ പർവ്വതം അങ്ങനെ മൃഗങ്ങളും വൃക്ഷങ്ങളുമെല്ലാം ശൃംഗങ്ങളുമെല്ലാം തകർന്ന് താഴെ വീണ് നിലംപതിച്ചു. ആ പർവ്വതം തന്നെ അവിടെ നിരപ്പായി തീർന്നു. ഹനുമാന്റെ ഒരു വേഗത്താൽ പിഴുതെടുക്കപ്പെട്ട പുഷ്പിതങ്ങളായ വൃക്ഷങ്ങൾ പോലെ ഒടിഞ്ഞ് താഴെ വീണു. ഗുഹകൾക്കുള്ളിലെ സിംഹങ്ങൾ പീഡയാൽ അലറുന്ന ഘോരമായ ശബ്ദം ആ വാനിടം പിളർക്കുന്നത് പോലെ മുഴങ്ങിക്കേട്ടു. പ്രസ്തവ്യാവിദ്ധവസന വ്യാകുലേ കൃതഭൂഷണ വിദ്യാധര്യ സമുൽപേതു സഹസാധരണീധരാൽ. ആ പർവ്വതത്തിന്റെ മുകളിൽ വിഹരിച്ചിരുന്ന വിദ്യാധരികള് ഈ പർവ്വതത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഭയപ്പെട്ടുകൊണ്ട് അവര് വിപരീതമായ വസ്ത്രം ധരിച്ച വേണ്ട പോലെ വസ്ത്രം ധരിക്കാതെ തന്നെ കലമ്പിയ ആഭരണങ്ങൾ അണിഞ്ഞവരുമായ അവര് ആ പർവ്വതത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി. വിദ്യാധരികള് അതുപോലെ തന്നെ യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാരെല്ലാം ഞെരുക്കപ്പെട്ട ആ പർവ്വതത്തെ വിട്ട് വാനിലേക്ക് ഉയർന്നു. ആ പർവ്വതത്തിൽ നിന്ന് അവരെല്ലാം ഉയർന്നു പൊങ്ങി. കൂറ്റന്മാരും കരുത്തന്മാരും തീത്തുപ്പുന്ന മുഖങ്ങളുള്ള വിഷമുള്ളവരുമായ മഹാസർപ്പങ്ങൾ കഴുത്തും തലയും ചതഞ്ഞ് കിടന്ന് പിടഞ്ഞു. ആ പർവ്വതത്തിലുണ്ടായിരുന്ന വലിയ വലിയ സർപ്പങ്ങളെല്ലാം ചതഞ്ഞരഞ്ഞു എന്നാ പറയുന്നത്. ആ ശക്തിശാലിയായ ഹനുമാൻ അമർത്തിയതിനാൽ ഐശ്വര്യപൂർണമായ പർവ്വതം വൃക്ഷങ്ങളോടും കുടിമുടികളോടും കൂടി പാതാളത്തിലാണ്ടുപോയി. അത്ര വലിയ പർവ്വതം മുഴുവനും അങ്ങനെ പാതാളത്തിലേക്ക് താന്നുപോയി ഭൂമിക്ക് നിരപ്പായി തീർന്നു. ആ പർവ്വതം അവരാണ് കൊടുമുടിയൊക്കെ ഭൂമിയുടെ നിരപ്പായി തീർന്നു. ബാക്കിയുള്ള 30 യോജന ഉയരമുള്ള ആ പർവ്വതത്തിന്റെ ബാക്കി ഭാഗം മുഴുവൻ ഭൂമിക്കടിയിൽ പാതാളത്തിലാണ്ടുപോയി. 10 യോജന വിസ്താരമുണ്ട് അതിന്. 30 യോജന ഉയരമുള്ള പർവ്വതമാണ്. അതാണ് അങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് താന്നുപോയി എന്ന് പറയുന്നത്. ഹനുമാന്റെ ശക്തിവിശേഷമാണ് അവിടെ പറയുന്നത്. മഹാദേവന്റെ ബീജമാണ്. അങ്ങനെയുള്ള ആ ഹനുമാന്റെ വീര്യം പറയുകയാണ് ഇവിടെ. സലിലം ഖൈഷുർഭീമം സലിലം ലവണാർണവം കല്ലോലാസ്ഫാലവേലാന്തമുൽപപാദനഭൂഹരി. ആ ഉപ്പ് സമുദ്രത്തെ കളിയായി തന്നെ, ആ 100 യോജന വിസ്താരമുള്ള സമുദ്രത്തെ വളരെ നിഷ്പ്രയാസം കളിയായി തന്നെ ഹനുമാൻ ചാടിക്കടക്കാൻ തീരുമാനിച്ച് ആകാശത്തേക്ക് കുതിച്ചു. കരയിൽ തിരതല്ലുന്ന കൊടിയ ഉപ്പുകടലിനെ കളിയായി ചാടിക്കടക്കാൻ ആ കവി ആകാശത്തേക്ക് കുതിച്ചു എന്നാണ് ഇതിലെഴുതിക്കണേ. സലീലം ഖൈഷുർഭീമം സലീലം ലവണാർണവം കല്ലോലാസ്ഫാലവേലാന്തമുൽപപാദനഭൂഹരി. ഹരി എന്ന് പറയുന്നത് ഹനുമാന്. ഇവിടെ ഹരി എന്ന് പലർക്കും പേരുണ്ട്. വാനരന്മാർക്ക് ഹരി എന്ന് പറയും, ആനയ്ക്ക് ഹരി എന്ന് പറയും, സിംഹത്തിന് ഹരി എന്ന് പറയും. ഭഗവാന്റെ പേരുമാണ് ഹരി. ഹരി എന്നിവിടെ ഇവിടെ പറയുന്നത് ഇവിടെ ഹനുമാനെയാണ്. ആ ആകാശത്തേക്ക് കുതിച്ചു. ആ അരിഷ്ടം എന്ന പർവ്വതത്തിൽ നിന്ന് കുതിച്ചപ്പോൾ
ആ പർവ്വതം ഇടിഞ്ഞ് താഴെ നിരപ്പായി പോയി. ഹനുമാൻ ആകാശത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യാണ്. ഇനി 100 യോജന സമുദ്രം തരണം ചെയ്തിട്ട് മഹേന്ദ്ര പർവ്വതത്തിൽ എത്തണം. അത് വളരെ നിഷ്പ്രയാസമായിരുന്നു. ഹനുമാൻ ഒരു ചെറിയ തോട് ചാടിക്കിടക്കുന്ന അത്രയും ലാഘവത്തോടു കൂടിയാണ് ഹനുമാൻ ആ സമുദ്രം തരണം ചെയ്യുന്നത്. ആ സമയത്ത് ആ തരണം ചെയ്ത് അതാ പറയുന്നത്, ആ സമുദ്രം, ഒരു സമുദ്രത്തിൽ എങ്ങനെ കപ്പൽ നീങ്ങുന്നു, ബുദ്ധിമുട്ടില്ലാതെ സമുദ്രത്തിൽ കൂടി ഒരു കപ്പൽ നീങ്ങുന്ന പോലെ തളർച്ചയില്ലാതെ ആകാശമാകുന്ന സമുദ്രത്തിൽ കൂടെ ഹനുമാൻ നീന്തി എന്നാണ് പറയുന്നത്. സമുദ്രത്തിൽ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ടല്ലേ, സർപ്പങ്ങള്, മുതല, തിമിംഗലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ ആകാശമാകുന്ന സമുദ്രത്തിലെ സൂര്യചന്ദ്രന്മാര്, ഗ്രഹങ്ങള്, നക്ഷത്രങ്ങളൊക്കെയാണ്, മേഘങ്ങള്, ഇതിനെയെല്ലാം തരണം ചെയ്ത് ഒളിഞ്ഞും തെളിഞ്ഞും വീണ്ടും ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങനെ കണ്ടുകൊണ്ട് ഹനുമാൻ ആ സമുദ്രത്തിൽ ആ ആകാശത്ത് കൂടി ഇങ്ങനെ സാവധാനം നീന്തി. സമുദ്രത്തിൽ എങ്ങനെ കപ്പലോടുന്നു അതുപോലെ നീന്തി എന്നാണ് പറയുന്നത്. ഹനുമാൻ ഇവിടെ മഹേന്ദ്ര പർവ്വതത്തിൽ എത്തുന്നതും ആ ഹനുമാന്റെ ആകാശത്തിലൂടെയുള്ള യാത്രാ വിശേഷമൊക്കെ അടുത്ത സർഗത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴീ ഇവിടെ ഈ സർഗത്തിൽ ഇത്രയേ ഉള്ളൂ. ആകാശത്തെക്കുറിച്ചും ആ വർണ്ണനയൊക്കെ, ഹനുമാന്റെ ആ സഞ്ചാരത്തെക്കുറിച്ച് അടുത്ത സർഗത്തിലാണ് വിസ്തരിക്കുന്നത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.